ശ്രീജിത്ത്, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ദിവസം അടൂർ പ്രകാശാണ് UDFിനെയും കോൺഗ്രസിനെയും ഒക്കെ കുഴപ്പത്തിലാക്കിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. പിന്നീട് അടൂർ പ്രകാശ് തിരുത്തിയെങ്കിലും അതിൻ്റെ അലയൊലികൾ കോൺഗ്രസിൽ ആ ദിവസം നിറഞ്ഞു നിന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ രണ്ടാമത്തെ പീഡന പരാതി വന്നിരിക്കുന്നു. അത് KPCC പ്രസിഡന്റ് തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്ത പരാതിയാണ്. അത് വെൽ ഡ്രാഫ്റ്റഡ് എന്ന പരാമർശം നടത്തി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ വിവാദത്തിന് തുടക്കം കുറിച്ചത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഏതായാലും മറ്റു കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണം നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് സ്വീകരിച്ചവരാണ് VD സതീശന് പുറമെ രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളൊക്കെ. അങ്ങനെ ആ നിലയിൽ കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഈ വിഷയത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുകയാണോ? ദിലീപ്, തീർച്ചയായും KPCC അധ്യക്ഷൻ നടത്തിയ പ്രതികരണത്തെ പരസ്യമായി തിരുത്താൻ മുന്നോട്ട് വന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമാണ്. എന്നാൽ മറ്റു നേതാക്കൾ, രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ, KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു വിമർശനത്തിലേക്ക് കടന്നില്ല. ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂർ പ്രകാശ് ഒന്നാമത്തെ ഘട്ടത്തിലെ വോട്ടെടുപ്പ് ദിവസം നടത്തിയ നടൻ ദിലീപിന് അനുകൂലമായി നടത്തിയ പ്രതികരണം വലിയ തോതിൽ വിവാദമായി. ആ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷത്തിനെതിരെ ഇന്ന് മുഖ്യമന്ത്രി വിമർശന ശരങ്ങൾ തൊടുത്തത്. എന്നാൽ ഈ സ്വന്തം കണ്ണാടി നോക്കണം എന്നുള്ള പ്രതികരണം നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ എന്ന പരാമർശങ്ങൾ ഇപ്പോൾ UDF ക്യാമ്പിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് വരുന്നുണ്ട്. മാത്രമല്ല, അടൂർ പ്രകാശ് നടത്തിയതൊരു KPCC അധ്യക്ഷന്റെ പ്രതികരണത്തെ പറയുമ്പോൾ സ്വന്തം പക്ഷത്തുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്ന കാര്യം രമേശ് ചെന്നിത്തലയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ ഈ മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്ത് വരുന്നെങ്കിലും KPCC അധ്യക്ഷനെ തിരുത്താൻ തയ്യാറായി മുന്നോട്ട് വന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമാണ്. ശ്രീജിത്ത്, ഇതിൽ മറുപക്ഷം, പ്രത്യേകിച്ച് UDF വാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അതായത് ഇതിൽ സ്ത്രീ സംരക്ഷകരാണ് CPIM-ഉം LDFിൻ്റെ സർക്കാരുമെന്നൊക്കെ പറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി, PT കുഞ്ഞുമുഹമ്മദുമായി ബന്ധപ്പെട്ട പരാതി ദിവസങ്ങളോളം പൂഴ്ത്തിവെച്ചതിന് ശേഷമാണ് പോലീസിന് ഇത് കൈമാറിയത് എന്ന ആരോപണമാണ് UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആ നിലയിലുള്ള വൈകൽ എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരം ആരോപണങ്ങളെ എങ്ങനെ CPIM-ന് പ്രതിരോധിക്കാൻ കഴിയും? ദിലീപ് സൂചിപ്പിച്ചൊരു പ്രസക്തമായ വിഷയമാണ്. ഇന്ന് രമേശ് ചെന്നിത്തല ആ വിഷയം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. അതായത് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്, അദ്ദേഹം നേരത്തെ CPIM-ന്റെ ഗുരുവായൂരിൽ നിന്നുള്ള MLA കൂടിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പരാതി ലഭിച്ച ഏതാണ്ട് 12 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അത് പോലീസിന് കൈമാറാൻ മുഖ്യമന്ത്രി തയ്യാറായത് എന്ന വിവരമാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഈ IFFK സ്ക്രീനിങ്ങിനിടെ മോശമായി പെരുമാറി എന്നുള്ള ഒരു സംവിധായികയുടെ, ഒരു വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതി വന്നപ്പോഴാണ്, വിവരം മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് ഇത്തരമൊരു പരാതി പോലീസിന് കൈമാറാനും പിന്നീട് കേസെടുക്കാനുമുള്ള നടപടികൾ തുടങ്ങിയത്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ വിശദീകരണം വൈകിട്ടില്ലെന്നാണ്. ഇന്നലെ മുഖ്യമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും വിവിധ പരിപാടികളിൽ പറഞ്ഞത് അദ്ദേഹം ഈ പരാതി വൈകിട്ടില്ല എന്നാണ്. എന്നാൽ എങ്കിൽ പോലും പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ മേൽ പോലീസ് കേസെടുത്തത് എന്നതിലൂടെ പരാതി കൈമാറാൻ വൈകി എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാണ്. അക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. എന്നാൽ പ്രതിപക്ഷം ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾക്ക് ആയുധമാക്കുന്നത് PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി വൈകിയതാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് R. ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.